എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഡിഫൻസ് ജോലികളെ കുറിച്ചാണ്. അപേക്ഷിക്കാൻ മറന്നുപോയവരും അതിന്റെ വീഡിയോ കാണാൻ മറന്നുപോയവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്പെടും. കാരണം ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഡിഫൻസ് ജോലികൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത് ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട്. 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. എഞ്ചിനീയറിംഗ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. SSB ഇന്റർവ്യൂ വഴിയാണ് സെലക്ഷൻ പ്രോസസ്സായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് അടുത്ത ജോബ് നോക്കാം. അടുത്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കുള്ള ധാരാളം വേക്കൻസി വന്നിട്ടുണ്ട്. ഫയർമാൻ തുടങ്ങി ധാരാളം തസ്തിക, ഡ്രൈവർ തുടങ്ങിയ തസ്തിയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. 30 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 28 ഒക്ടോബർ ആണ്. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഫയർമാനിലേക്ക്. കൂടാതെ ധാരാളം പോസ്റ്റുണ്ട്. MTS, ഡ്രൈവർ തുടങ്ങിയ പോസ്റ്റുകളൊക്കെ ഉണ്ട്. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തത് ഇൻകം ടാക്സിലേക്ക് തമിഴ്നാട്ടിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. 3 പോസ്റ്റിലേക്ക് സ്പോർട്സ് കോട്ടയും ക്യാൻറ്റീൻ അസിസ്റ്റൻസിലേക്ക് 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ക്യാൻറ്റീൻ അസിസ്റ്റന്റിലേക്ക് 10ാം ക്ലാസ് യോഗ്യത മാത്രം മതി അപേക്ഷിക്കാൻ. കൂടാതെ സ്പോർട്സ് കോട്ടയം വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. 33 വയസ്സുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 5 ഒക്ടോബർ ആണ് അവസാന തീയതി. ഡീറ്റെയിൽ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്ത് ഇന്ത്യൻ റെയിൽവേയുടെ NTPC ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നടക്കുകയാണ്. 8000 വേക്കൻസി ഉണ്ട്. ഓരോ സോണിലെയും വേക്കൻസി എല്ലാം വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. 40 വയസ്സുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും അപേക്ഷിക്കാം. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്ത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് ഡ്രൈവർ വേക്കൻസി വന്നിട്ടുണ്ട്. ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. 540ഓളം വേക്കൻസി ഉണ്ട്. 30 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 6 നവംബർ ആണ്. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്ത് ഇന്ത്യൻ നേവിയുടെ ബേസിലേക്കും മസഗൺ ഡോക്കിലേക്കും വേക്കൻസി വന്നിട്ടുണ്ട്. 35 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. മാത്രമല്ല 66,000 ആണ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 8ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 376 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്ത് ഇന്ത്യൻ നേവിയിലേക്കുള്ള മെഡിക്കൽ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. 69,000 വരെ സാലറി ലഭിക്കുന്ന പോസ്റ്റാണ്. +2 സയൻസ് പഠിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. റാലിയാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ്. +2 സയൻസ് ക്വാളിഫിക്കേഷൻ മാത്രം മതി അപേക്ഷിക്കാൻ. സ്ഥിര ജോലിയാണ്. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്ത SSC കോൺസ്റ്റബിൾ GD ആണ്. 39,000ഓളം വേക്കൻസി ഉണ്ട്. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 18 മുതൽ 23 വയസ്സ് അണ്ടർ റിസർവ്ഡിനും 26 വയസ്സ് OBCക്കും 28 വയസ്സിൽ SC/ST കാൻഡിഡേറ്റ്സും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അപേക്ഷിക്കാം. 14 ഒക്ടോബർ ആണ് അവസാന തീയതി. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ നമുക്ക് ഇത്ര ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഡിഫൻസ് വേക്കൻസികളാണ്. സോ ഇത് ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. താങ്ക്സ് ഫോർ വീഡിയോ. വന്ദേ മാതരം.